ഇവിടെ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+2 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ പദം എത്ര, അതേപോലെ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. ഒന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ആദ്യ പദം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ആ n ഉണ്ടല്ലോ, അതങ്ങ് വെട്ടിക്കളയുക. ആ n അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 5+2 7 ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ടത് പൊതുവ്യത്യാസമല്ലേ? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എന്നിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും ഉത്തരം. എന്നിന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഏതാ? 5 ആണ്. അപ്പം പൊതുവ്യത്യാസം 5 ആണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ദാ പിടിച്ചു. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n+7 ആണെങ്കിൽ ആദ്യ പദവും അതേപോലെ പൊതുവ്യത്യാസവും കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കെ.